എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ള പ്യുവർ സോളാർ ഇൻവെർട്ടർ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. അത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ പ്രോജക്റ്റ് പരിചയപ്പെടുത്തുകയും അസംബിൾ ചെയ്ത് യൂണിറ്റാക്കി ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഫുൾ വീഡിയോയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു ഷോർട്ട് വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊത്തിരി കമൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. അപ്പോൾ ഫുൾ വീഡിയോയിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അവതരിപ്പിക്കുകയാണ്. എന്താണ് സോളാർ ഇൻവെർട്ടർ? നമുക്ക് ജസ്റ്റ് ഒരു അവലോകനം നടത്തിയിട്ട് മുന്നോട്ട് പോകാം. സോളാർ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാറിൻ്റെ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻവെർട്ടറിനെയാണ് സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. പൊതുവെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. സോളാർ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ സോളാർ വഴി കണക്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് സോളാർ ഇൻവെർട്ടർ എന്ന് പറയും. പക്ഷേ അതൊരു തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. എന്തുകൊണ്ടെന്നാൽ സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻവെർട്ടർ അല്ല അത്. ശരിക്കും നോർമൽ ഇൻവെർട്ടർ ആണ്. അത് സോളാർ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ MPPT വഴി അതിലോട്ടുള്ള KCB ഇൻ സപ്ലൈ ബാറ്ററി ഫുൾ ആകുമ്പോൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ പൊതുവെ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നു. യഥാർത്ഥ സോളാർ ഇൻവെർട്ടർ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. നോർമലി നമ്മൾ ഇവിടെ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മളിവിടെ ഗ്രിഡ് ലൈനിലോട്ട് കണക്ട് ചെയ്ത് KCBക്ക് വിൽക്കുന്നു. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻവെർട്ടർ ഉണ്ട്. അതായത് നമ്മൾ DC സപ്ലൈ ആണ് സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്ലൈ നമ്മൾ ഒരു ഇൻവെർട്ടറിന്റെ സഹായത്തോടുകൂടി കൺവേർട്ട് ചെയ്ത് നേരെ ഗ്രിഡിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഒരു സോളാർ ഇൻവെർട്ടർ. നിങ്ങൾ ഓൺ ഗ്രിഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ ഒരു വലിയൊരു യൂണിറ്റ് കാണും, ഒരു ഡിസ്പ്ലേ ഒക്കെ ഉള്ളത്. അപ്പോൾ അത് ശരിക്കും സോളാർ ഇൻവെർട്ടർ ആണ്. അതായത് സോളാർ എനർജി ഡയറക്റ്റ് ഗ്രിഡിലോട്ട് കൊടുക്കാൻ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതായത് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ശരിക്കും അതൊരു ജനറേറ്ററാണ്. സോളാർ ഇൻവെർട്ടർ DC സപ്ലൈ AC ആക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഉൽപ്പാദനം നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇൻവെർട്ടർ എന്ന ഒരു പേരാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഇൻവെർട്ടർ എന്ന് പറയുന്നു. പക്ഷേ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ശരിക്കും അത് ഇലക്ട്രോണിക് ജനറേറ്ററാണ്. യഥാർത്ഥ ജനറേറ്റർ ഇലക്ട്രിക്കൽ ജനറേറ്ററാണ്. അപ്പോൾ അത് ഫ്യൂവലിൽ വർക്ക് ചെയ്യുന്നതാണ്. പെട്രോള്, കെറോസിൻ അതേപോലെയുള്ള ഇന്ധനം നിറച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മളിവിടെ DC ജനറേറ്റർ, അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി വെച്ച് കണക്ട് ചെയ്യുന്ന ഒരു ജനറേറ്ററിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നു. ബാറ്ററിയുടെ പവർ കഴിയുമ്പോൾ അത് ഓഫ് ആവുന്നു. സെയിം പ്രക്രിയ തന്നെയാണെങ്കിലും ഇവിടെ DC നമ്മൾ സപ്ലൈ കൊടുത്തിട്ട് AC ആക്കുന്നു. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇൻവെർട്ടർ എന്ന പേര് പറഞ്ഞ് നമ്മൾ പറയുന്നത്. ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നാക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും അതിൻ്റെ പേര് ഇൻവെർട്ടർ എന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ ആക്കിയതാണ്. ഒറിജിനൽ പേര് ഇലക്ട്രോണിക് ജനറേറ്റർ, അതാണ് അതിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെ സോളാറിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് നേരെ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻവെർട്ടർ ടെക്നോളജി. അപ്പോൾ അത് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളാണ്. ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാനോ അതിൻ്റെ സർവീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിറ്റ് നമ്മൾ വീട്ടിൽ സ്ഥാപിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും റിപ്പയറോ ഒക്കെ വരികയാണെങ്കിൽ അത് ഫിറ്റ് ചെയ്ത ആൾക്കാർ തന്നെ അത് അഴിച്ചിട്ട് എവിടെ നിന്നാണ് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അവിടെ ഏൽപ്പിച്ചിട്ട് അവരായിട്ട് ഡയറക്റ്റ് സർവീസ് സെൻറ്റർ വഴി ആണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ പൊതുവേ അതിൻ്റെ സർവീസ് സെൻറ്റർ ഇവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ ചൈനയിൽ തന്നെ ആണോ ഇല്ലേ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. പക്ഷേ നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആണ് ദ റിയൽ സോളാർ ഇൻവെർട്ടർ. അതായത് ഒറിജിനൽ സോളാർ ഇൻവെർട്ടർ. DCയെ AC ആക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന പ്യുവർ സൈൻ വേവ് സിസ്റ്റമാണിത്. അതായത് DSP ടെക്നോളജി, നമ്മൾ ഇൻവെർട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് DSP ടെക്നോളജി. അതിൽ ഒരു പിക്ക് IC ഉണ്ടാവും. അതായത് ഒരു മൈക്രോ കൺട്രോളറാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അതൊരു പ്രോഗ്രാം നമ്മൾ അതിൽ റൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്യുവർ സോളാർ ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിലൊരു 3 ഓപ്ഷൻ ഉണ്ട്. ഇത് വെളിച്ചത്തെ ആശ്രയിച്ചാണ് ഈ പാനലുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. വെളിച്ചത്തിന്റെ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടും. അപ്പോൾ ഒരു സോളാർ പാനലിൽ നിന്നും ലഭ്യമാവുന്ന കറണ്ട് അല്ലെങ്കിൽ അതിൽ വരുന്ന വാട്ട്സ് എത്രയാണ്
എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന പാനലുകളിലെല്ലാം 545 വാട്ട്സ്, അതേപോലെ കറണ്ട് എന്ന് പറയുന്നത് 11 ആംപിയർ ആണ്. കൂടാതെ അതിൽ VOCയും VMPPയും ഉണ്ട്. അപ്പോൾ VOC 49.95 അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 50 വോൾട്ട് ആണ് VOC എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ അത് ലോഡ് കൊടുക്കുമ്പോൾ വോൾട്ടേജ് ഇരിക്കും. VOC എത്രയാണോ എഴുതിയിരിക്കുന്നത് അതിന്റെ താഴെ VMPP എന്നും കൂടി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ VMPP എത്രയാണോ അതാണ് ദ റിയൽ വോൾട്ടേജ്. അപ്പോൾ സാധാരണ VMPP 50 വോൾട്ടേജ് VOCയിൽ എഴുതിയിരിക്കുന്നത് 41.85 അങ്ങനെയാണ്. അപ്പോൾ നമ്മൾക്കത് 42 കണക്ക് കൂട്ടാമെങ്കിലും ആക്ച്വലി അതിനെ നമ്മളൊരു 40 വോൾട്ടായിട്ടാണ് കണക്കാക്കുന്നത്. VOC 49.5 വോൾട്ടിന്റെ VMPP എന്ന് പറയുന്നത് 40 വോൾട്ടാണ്. അപ്പൊ ഈ 40 വോൾട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സോളാർ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു VMPP എത്രയാണോ ആ VMPP ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യും. അപ്പൊ ഈ ഒരു ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡ് ഷെയറിംഗ് ടെക്നോളജി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ സോളാർ പാനലിൽ നിന്നും 555 വാട്ട്, അതേപോലെ 11 ആംപിയർ കറണ്ട്, പക്ഷെ കൃത്യമായിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമാകുന്നില്ല. എത്ര വെളിച്ചം കൂടിയ അവസ്ഥയിൽ നമുക്ക് 555 വാട്ട്സ് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. 545നെ 500 വാട്ടാക്കി 11 ആംപിയർ എഴുതിയിരിക്കുന്നത് ഒരു 8-9 ആംപിയർ ആയിട്ടായി നമുക്ക് കണക്കാക്കിയാൽ അതിന്റെ ശരിക്കുള്ള പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു വെളിച്ചം ഉണ്ടാകണം. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ ഈ ഫുൾ ഫംഗ്ഷൻ ആയിരിക്കുള്ളൂ ഇത് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നമുക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് AC ആയിട്ട് തന്നെ നമുക്ക് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു പ്യുവർ റിയൽ സോളാർ ഇൻവെർട്ടറാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു ലോഡ് ഷെയറിംഗ് ടെക്നോളജി ഇതിലുണ്ട്. അതായത് ഗ്രിഡ് ലൈനും കൂടി ഇതിൽ കണക്ട് ചെയ്യാം. വെളിച്ചത്തിന്റെ സാന്നിധ്യം കുറവിനനുസരിച്ച് ഗ്രിഡിൽ നിന്നും കുറേശ്ശെ വൈദ്യുതി എടുത്തിട്ട് ഇതിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മഴക്കാലത്തൊക്കെ വെളിച്ചം കുറവായിരിക്കും. അത് മഴയില്ലെങ്കിൽ വെളിച്ചം ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും, പവർ കുറവായിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ഗ്രിഡ് ലൈനിൽ നിന്നും ഷെയർ ചെയ്തിട്ട് നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള ഔട്ട്പുട്ട് നൽകുന്നു. അപ്പോൾ ഈ സിസ്റ്റം നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കാം, ഷോപ്പുകളിൽ ഉപയോഗിക്കാം, കടകളിൽ ഉപയോഗിക്കാം, ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കാം. ഇത് കൂടുതലും നമുക്ക് എഫക്റ്റീവ് ആകുന്നത് വലിയൊരു ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ കറണ്ട് കാശ് വരികയാണെങ്കിൽ ആ ഷോപ്പുകളൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്ന ഓഫീസുകൾക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം പ്രയോജനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഡേ ടൈമിൽ നമുക്ക് KCBയുടെ കറണ്ട് എടുക്കണ്ട. ഈ കറണ്ട് ഇല്ലാത്ത അവസരത്തിൽ ഈ ഒരു എനർജി ഫുൾ ടൈം ഉപയോഗിക്കാം. ഇത് പാനലുകൾ കൂട്ടി വെക്കുന്ന അനുസരിച്ച് ഇൻവെർട്ടർ 3 കിലോ വാട്ട് മുതൽ 10 കിലോ വാട്ട് വരെ ഫംഗ്ഷൻ ചെയ്യിക്കാവുന്നതാണ്. നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് 5 കിലോ വാട്ടിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ 5 കിലോ വാട്ടിന് അതിനനുസരിച്ചുള്ള പാനലുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ മിനിമം നമുക്ക് ഇതിൽ കൊടുക്കാവുന്ന പാനലിന്റെ എണ്ണം 6 ആണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒത്തിരി നാളുകളായി. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പരീക്ഷണ ഘട്ടത്തിൽ 3-4 മാസമായി നമ്മൾ ഇതിന്റെ പുറകെ ആയിട്ട്. അപ്പോൾ അതിന്റെ ഒരു ഫൈനലിൽ എത്തിയിട്ട് വേണം നമ്മൾക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ വീഡിയോസിലൊന്നും പോകാത്തത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് ഫോക്കസ് ചെയ്തതുകൊണ്ട് നമുക്ക് മറ്റുള്ള വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാവിധ ടെസ്റ്റുകളൊക്കെ നമ്മളിവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം പൊതുവേ നമ്മൾ ഇവിടെ ഒന്നും ബലത്തിലില്ല എന്നാണ് എൻ്റെ അറിവ്. എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ. എന്നിരുന്നാലും ഇത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് കറണ്ട് ഇല്ലാത്ത മേഖലയിലൊക്കെയാണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഓൾറെഡി എപ്പോഴും കറണ്ട് കിട്ടുന്ന അവസ്ഥയായതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മുടെ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിന് നല്ലൊരു സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ താഴ്ന്ന ലെവലിലാണ്. എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വീഡിയോസും അതേപോലെ നമുക്ക് കഴിയുന്ന വിധത്തിലുള്ള സപ്പോർട്ടുകൾ എല്ലാവർക്കും നൽകുന്നുണ്ട്. സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നമ്മളെ ഫോണിൽ വിളിച്ച് അവർ ഡൗട്ടുകളൊക്കെ ചോദിക്കും. നമ്മൾ പരമാവധി നമുക്ക് അറിയാവുന്നത് ഒന്നും മറച്ചു വെക്കാതെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് സ്ഥിരം കാണുന്നവർക്ക് ഇത് മനസ്സിലാവും. നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് അതിനെ അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കുറവാണ്. കഴിയുന്നതും ഈ വീഡിയോസൊക്കെ ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ അതിൻ്റെ സപ്പോർട്ട് മാക്സിമം നമ്മൾക്ക് തരിക. അപ്പോൾ നമുക്ക് നേരെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് കിടക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് സോളാർ ഇൻവെർട്ടർ. നമുക്ക് ഇവിടെ നിന്ന് വായിച്ചു നോക്കുക. ഇത് ബ്രാൻഡ് നെയിം ആണ് സോളാർ പവർ സോളാർ ഇൻവെർട്ടർ. പ്യുവർ സൈൻ വേവ് DSP ടെക്നോളജി, ഗ്രിഡ് ലൈൻ ഷെയറിംഗ് ടെക്നോളജി, ബാറ്ററി ആൻഡ് ട്രാൻസ്ഫോമർ ലെസ് ഇൻവെർട്ടർ, 5 kW 230 AC. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഇൻവെർട്ടർ ഡയറക്റ്റ് സോളാർ പാനൽ വഴി, അതായത് സോളാർ എനർജിയിൽ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് എപ്പോഴാണോ സൺലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്,
എപ്പോഴാണോ സൺലൈറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് ഈ ഒരു ഇൻവെർട്ടർ, അതായത് സോളാർ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. പ്യൂർ സൈൻ വേവ് DSP ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഉപയോഗിച്ച് വരുന്ന മെഡിയുടെയോ കെയുടെയോ ഒക്കെ പ്രോഗ്രാം പോലെയുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് വെച്ച് റൺ ചെയ്യുന്നത്. അതിലെ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ ചിപ്പിന്റെ DSP 30F2010 എന്ന് പറയുന്ന IC വെച്ചിട്ടാണ് ഇതിൽ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഗ്രിഡ് ലൈൻ ഷെയറിംഗ് ടെക്നോളജി. ഗ്രിഡ് ലൈൻ ഷെയറിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോളാറിന്റെ ലൈറ്റ് കുറയുന്ന സമയത്ത് ഗ്രിഡിൽ നിന്നും ഷെയർ ചെയ്യുന്നു. അതായത് എപ്പോഴാണോ സോളാർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് എന്തായാലും ഈ എഴുതിയിരിക്കുന്നത് 230 ഉണ്ടാവില്ല. അതേപോലെ VMPPയും കുറവായിരിക്കുള്ളൂ, VOCയും കുറവായിരിക്കുള്ളൂ. ആ സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എനർജി മാക്സിമം എടുത്തിട്ട് പോരാത്തത്, അതായത് 230 വോൾട്ട് നമ്മുടെ ലോഡ് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള വോൾട്ടേജ് ഗ്രിഡിൽ നിന്നും ഷെയർ ചെയ്യുന്നു. അതാണ് ഇവിടെ ഗ്രിഡ് ഷെയറിംഗ് ടെക്നോളജി. ഇനി അടുത്തത് ബാറ്ററി ആൻഡ് ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടർ. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടറിനെ ബാറ്ററിയും വേണ്ട, ട്രാൻസ്ഫോമറും വേണ്ട. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻവെർട്ടറിന് വലിയൊരു ചെലവുള്ള സംഗതിയാണ് ബാറ്ററി. അപ്പോൾ ആ ഒരു സംഗതി ഇതിന് വേണ്ട. അതേപോലെ തന്നെ പൈസ വരുന്ന ഒരു സംഗതിയാണ് ട്രാൻസ്ഫോമർ. നമ്മളിപ്പോ ഹെവി ഇൻവെർട്ടർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ട്രാൻസ്ഫോമറിന് നല്ലൊരു എമൗണ്ട് വരും. ആ ഒരു സംഭവങ്ങൾ ഇതിന് വേണ്ടേ വേണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതൊരു MPPT ആയിട്ട് തോന്നും. നമ്മൾ ഈ ഒരു ക്യാബിനറ്റ് ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാബിനറ്റിലാണ് നമുക്ക് ഈ ഒരു സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത MPPT യൂസ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ MPPT ഫിറ്റ് ചെയ്യുന്നത് പോലെ നമുക്കിത് ഫിറ്റ് ചെയ്യാം. വാൾ മൗണ്ടിങ് ആണ്. അപ്പോൾ വാൾ മൗണ്ടിങ്ങിൽ നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ വരുന്നത് സോളാർ പ്യൂർ സൈൻ വേവ് ഇൻവെർട്ടർ, അതിന്റെ ഡിസ്പ്ലേ ആണ്. ഇവിടെ 3 ഇൻഡിക്കേറ്ററുകളുണ്ട്. സോളാർ ഇന്ന്, ഗ്രിഡ് ഇന്ന്, ഔട്ട്പുട്ട്. അപ്പൊ 3 ഇൻഡിക്കേറ്റർ വഴി നമുക്ക് ഇവിടെ വരുന്ന ലൈനുകളെ എല്ലാം ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇനി ഇൻവെർട്ടറിന്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ വരുന്ന പാരാമീറ്റേഴ്സ് നമുക്കിത് ഓൺ ചെയ്യുമ്പോൾ നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ വയറുകൾ കണക്ട് ചെയ്യുന്ന സൈഡുകളും ഇതിന്റെ സ്വിച്ച് ഓപ്ഷനും ഒക്കെ ഉള്ള ഭാഗമാണ് ഇതിന്റെ അടിഭാഗം. സാധാരണ MPPTയിൽ കണക്ട് ചെയ്യുന്നത് പോലെ ഇതിനൊരു 3 സെക്ഷൻ HT കണക്ടർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ഹൈ ക്വാളിറ്റിയും ഹൈ ആംബിയറും ഉള്ള കണക്ടറാണ്. 60 ആംബിയർ ആണ് ഇതിൽ മാക്സിമം പാസ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് ഈ കണക്ടിംഗ് സൈഡിലോട്ട് പോകാം. ഇവിടെ ആദ്യത്തെ 2 പോർട്ട്, അതായത് 2 ടെർമിനല് സോളാർ പാനലിൽ നിന്നും വരുന്ന വയറാണ്. ഇവിടെ PV നെഗറ്റീവ്, PV പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഗ്രിഡ് ലൈൻ. ഗ്രിഡിന് GN, അതായത് ഗ്രിഡ് ന്യൂട്രൽ, GL ഗ്രിഡ് ലൈൻ. അടുത്തത് ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഔട്ട്പുട്ട് ന്യൂട്രല്, ഔട്ട്പുട്ട് ലൈന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ കണക്ടിംഗ് സൈഡിൽ വെച്ചിരിക്കുന്നത്. അടുത്ത സ്വിച്ചിങ് സെക്ഷൻ ആണ്. അതായത് സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെർട്ടർ ഓൺ ചെയ്യുന്ന സ്വിച്ച് ആണ്. അതിന് അവസ്ഥ കാണുന്നത് UPS ഓൺ എന്ന് പറയുന്നത് 10 mm സൈസുള്ള ഇൻഡിക്കേറ്റർ ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. സിസ്റ്റം ഓൺ എപ്പോഴാണ് ആവുന്നത്, അത് ആക്റ്റീവ് ആകുമ്പോൾ ഈ ഒരു LED ഇൻഡിക്കേറ്റർ തെളിയുന്നതാണ്. അടുത്തത് സെറ്റപ്പ് സ്വിച്ച്. ഇതൊക്കെ നമ്മൾ VGA പോർട്ട് വഴിയാണ് ഇവിടെ സെറ്റപ്പിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ മെഡിയിൽ ഉപയോഗിക്കുന്ന പോലത്തെ 3 സ്വിച്ചുകളാണ്, പ്ലസ് മൈനസ് എൻ്റർ. ആ ഒരു കണക്ഷൻ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ കണക്ട് ചെയ്യുന്നത് നമുക്ക് ഉള്ളിൽ നോക്കാം. എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, അതിൽ മെഡിയുടെ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുന്നത് പോലെയുള്ള കണക്ഷനാണ്. 4 വയർ മതി. ഒരെണ്ണം ഗ്രൗണ്ട്, ഒരെണ്ണം എൻ്റർ ബട്ടൺ, ഒരെണ്ണം മൈനസ്, ഒരെണ്ണം പ്ലസ്. ഇനി ഇതിന്റെ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ ടോപ്പ് സൈഡ് ഇവിടെ ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. സോളാർ പവർ, സോളാർ ഇൻവെർട്ടർ, ബാറ്ററി ട്രാൻസ്ഫോമർലെസ്, പ്യൂർ സൈൻ വേവ് ഇൻവെർട്ടർ, DSP ടെക്നോളജി, IGBT ബേസ്ഡ്. അപ്പോൾ ഇത് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് നോർമൽ ആയിട്ടുള്ള IGBT വഴിയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സാധാരണ മോസ്ഫെറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഹൈ വോൾട്ടിലുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹൈ വോൾട്ടിൽ വരുന്ന സോളാർ ലൈനൊന്നും നമുക്ക് മോസ്ഫെറ്റ് വഴി പോകില്ല, അതിൽ വോൾട്ടേജ് കുറവാണ്. അപ്പോൾ IGBT ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 650 വോൾട്ട് മുതലാണ് 1200, അങ്ങനെ വോൾട്ടേജ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളിവിടെ IGBT ബേസ്ഡ് വരുന്നത് പിക് IC ആയ 30F2010 മൈക്രോ ചിപ്പ് IC ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രിഡ് ലൈൻ ഷെയറിംഗ്. പിന്നെ ഇവിടെ സീരിയൽ നമ്പർ, ഡേറ്റ്. ഇവിടെ ഇതിന്റെ മാക്സിമം പവർ 5 kW എന്ന് പറഞ്ഞാൽ 5000 വാട്ട്സ് ആണ്. ഇത്രയുമാണ് ഇതിന്റെ ഔട്ട് ലൈൻ. ഇനി നമുക്ക് ഇതിന്റെ ഇൻപുട്ടായ 2 സെക്ഷൻ ലൈനാണ്. ഒരെണ്ണം സോളാർ പാനൽ വഴി കൊടുക്കുന്ന PV നെഗറ്റീവ്, PV പോസിറ്റീവ്.
അടുത്തത് ഗ്രിഡ് ലൈൻ കൊടുക്കുന്ന ന്യൂട്രലി ഗ്രിഡ് ഔട്ട്, പിന്നെ വരുന്നത് ഔട്ട്പുട്ട് ആണ്. അപ്പൊ നമുക്ക് ഈ ലൈനുകളെല്ലാം ഒന്ന് കൊടുക്കാം. നമ്മളിപ്പോ ഇതിന്റെ ലൈനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷനിൽ സോളാർ പാനലിൽ നിന്ന് വരുന്ന വയറാണ് കൊടുത്തിരിക്കുന്നത്. അത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സോളാർ പാനലിൽ നിന്ന് നിങ്ങൾ വയറെടുത്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ഇതിലോട്ട് കൊടുക്കരുത്, ഒരു MCB വഴിയായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ 2 പോൾ MCB കൊടുത്താൽ മതി. അത് 40 ആംപിയറോ അല്ലെങ്കിൽ 63 ആംപിയറോ ഏത് വേണമെങ്കിലും ലഭ്യമാണ്. ട്രബിൾ വന്നു കഴിഞ്ഞാൽ, അതായത് സോളാർ പാനലിൽ നിന്ന് ഹൈ വോൾട്ടേജ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നമുക്ക് ഇതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടി ആണ് കൊടുത്തിരിക്കുന്നത്. വല്ല ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ MCB ട്രിപ്പ് ആയിക്കോളും. അപ്പോൾ ഇതിൽ കൊടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വയർ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇതിന് വരാനില്ല. അതായത് പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോയി കഴിഞ്ഞാലും റിവേഴ്സ് ബയാസിലും ഇത് വർക്ക് ആവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഗ്രിഡ് ലൈൻ ഇവിടെ GN-LN ന്യൂട്രൽ ലൈൻ ഗ്രിഡിന്റെ കൊടുത്തിട്ടുണ്ട്. അതും ഫേസ് ന്യൂട്രും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അടുത്തത് വരുന്നത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് നമ്മൾ ഇതിലോട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ ന്യൂട്രും ഫേസും സെപ്പറേറ്റ് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മളത് നമ്മുടെ ലോഡിൽ കൊടുക്കുമ്പോൾ ചേഞ്ച് ഓവർ സ്വിച്ച് വഴിയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ ഇൻവെർട്ടർ നമുക്ക് MCB ടൈപ്പ് ചേഞ്ച് ഓവർ സ്വിച്ച് വരുന്നുണ്ട്. 40 ആംപിയർ 63 ആംപിയർ. ഇതിന് 40 ആംപിയർ തന്നെ ധാരാളമായിരിക്കുള്ളൂ. അപ്പോൾ ആ 40 ആംപിയർ വഴി നമുക്ക് ഇതിലോട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ലൈനുകളൊന്ന് മൾട്ടിമീറ്റർ വെച്ച് നോക്കാം. ഞാൻ ഇവിടുത്തെ ഇൻപുട്ട് ഓൺ ചെയ്യുന്നതനുസരിച്ച് സോളാറിൻ, ഗ്രിഡ് ഇൻ, ഔട്ട്പുട്ട് നമുക്കിപ്പോൾ 2 ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അത് ഞാൻ സോളാർ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സോളാർ ഇൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോളാർ ഇന്നിലെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. സോളാറിൽ നിന്ന് വരുന്നത് DC ആയതുകൊണ്ട് മൾട്ടിമീറ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും DCയിൽ തന്നെ ഇടുക. അതിനുശേഷം നമുക്ക് ഇവിടെ മൾട്ടിമീറ്ററിൽ നോക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവും പ്രത്യേകം നോക്കണം, അല്ലെങ്കിൽ അവിടെ റിവേഴ്സ് കാണിക്കും. ഞാൻ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് 299.7 വോൾട്ടാണ്. ഏകദേശം 300 വോൾട്ട് അടുത്താണ് ഇൻപുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മഴ സീസൺ ആയതുകൊണ്ടും അതേപോലെ ക്ലൗഡി സീസൺ ആയതുകൊണ്ടും വോൾട്ടേജ് കുറവാണ്. VOCയും കുറവ്, VMPPയും കുറവാണ്. ഇനി നമുക്ക് അടുത്തത് AC ലൈൻ ഒന്ന് നോക്കാം. ഇവിടെ ഗ്രിഡ് ഇന്നും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ AC റേഞ്ചിൽ ഇട്ടിട്ട് വേണം AC ലൈൻ നോക്കുവാനായിട്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇൻപുട്ട് ഗ്രിഡ് വന്നിരിക്കുന്നത് 235.2 വോൾട്ട്, ഏകദേശം 236 വോൾട്ട് അടുത്തുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം, ചെക്ക് ചെയ്യാനുള്ളതാണ്. ഔട്ട്പുട്ടിൽ ഞാൻ ഇവിടെ ഒരു 100 വാട്ട് ബൾബാണ് കൊടുത്തിരിക്കുന്നത്. 5 കിലോ വാട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻവെർട്ടർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം. ഇൻവെർട്ടർ ഓൺ ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ലൈറ്റ് വന്നു. അതേപോലെ നമുക്ക് ഇവിടെ കാണാവുന്നത് ഔട്ട്പുട്ട് വോൾട്ട് 230, VMPP 251, ലോഡ് വന്നിരിക്കുന്നത് 130 വാട്ടാണ്. 100 വാട്ടിന്റെ ബൾബാണ്. നമ്മളത് കാലിബ്രേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുമ്പോൾ ശരിയാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്രിഡ് ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഗ്രിഡ് ലൈൻ ഓഫ് ആയിട്ടുണ്ട്. VMPP 251. അപ്പോൾ സോളാറിന്റെ കുറവിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ വ്യത്യാസം കാണാവുന്നതാണ്. കാരണം ഇപ്പോൾ മഴ സീസണാണ്. ഈ മഴ സീസണിൽ നമ്മൾ ഔട്ട്പുട്ട് കുറവായിരിക്കുള്ളൂ. ഗ്രിഡ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഗ്രിഡിൽ നിന്ന് പിടിച്ചിട്ട് ഇത് ബാലൻസ് ചെയ്യുന്നു. അതാണ് ഗ്രിഡ് ഷെയറിംഗ്. ഡേ ടൈമിൽ സോളാർ വഴി ഡയറക്റ്റ് ഉപയോഗിക്കുകയും ചെയ്യാം. മഴ സീസണിൽ സോളാറിന്റെ പവർ കുറവിനനുസരിച്ച്, അതായത് വെളിച്ചത്തിന് കുറവിനനുസരിച്ച് ഗ്രിഡിൽ നിന്നും കുറച്ച് നമുക്ക് ഷെയർ ചെയ്തെടുക്കുന്നു. അപ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ കറണ്ട് ഗ്രിഡിൽ നിന്നും ഷെയർ ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് ഗ്രിഡ് ഓൺ ചെയ്യാം, സോളാർ ഓഫ് ചെയ്യാം. ഇവിടെ സോളാർ ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രിഡ് ഡയറക്റ്റ് വർക്ക് ചെയ്യാണ്. ഇതിന്റെ ഒരു ആവശ്യമില്ല, ഞാൻ ടെസ്റ്റിന് വേണ്ടി കാണിച്ചതേ ഉള്ളൂ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ LCD ലൈനും അതേപോലെ ഇതിന്റെ ഇൻഡിക്കേഷൻ ലൈനും എല്ലാം നമ്മൾ ഈ ബോർഡിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നേരെ വലിച്ചു പൊക്കരുത്. പൊക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വയറുകളെല്ലാം പറഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡിലോട്ട് പതിയെ ചരിച്ചിട്ട് വേണം എടുക്കുവാനായിട്ട്. നമ്മളിത് പതിയെ ചരിച്ചെടുത്തു. ഇനി ഇതിന്റെ വയറുകളെല്ലാം ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം.
അപ്പോൾ ഇതിന്റെ LCD ഭാഗമാണിത്. LCD ഭാഗത്തിൽ നമ്മൾ ഇതിൽ നിന്നും 2 സെക്ഷൻ വയറുകളാണ് എടുത്തിരിക്കുന്നത്. RMC ഡയറക്റ്റ് ഇത് LCD വർക്ക് ചെയ്യുന്നതാണ്. ഇതിന് യാതൊരുവിധ ബോർഡോ അല്ലെങ്കിൽ ICയോ ഡ്രൈവോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് RMC 6 പിൻ വയറുകളാണ്. 12 വയറുകളാണ് നമ്മൾ മദർ ബോർഡിലോട്ട് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് ഇവിടെ ഒരു RMC ഉണ്ട്. അത് ഇവിടെ നമ്മൾ ഗ്രിഡ് ലൈൻ, സോളാർ ലൈൻ, ഔട്ട്പുട്ട് ലൈൻ, അങ്ങനെ അതിന്റെ ഈ 2 ലൈൻ വെച്ചിട്ട് 6 ലൈൻ ഇതിലോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ അകവശം. ഇപ്പോൾ നമുക്കിത് കൂളിംഗ് സിസ്റ്റം ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് ഇതിന്റെ ഉൾഭാഗം കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിന്റെ അടുത്തൊരു ബോർഡ് കാണിക്കുന്നതാണ്. അതായത് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം പരീക്ഷിച്ച് നോക്കിയ ബോർഡ് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉൾവശം ആകെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു മെയിൻ മദർ ബോർഡ് ഉണ്ട്. അപ്പോൾ മദർ ബോർഡ് IGBT ഹീറ്റ് സിങ്കിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഹീറ്റ് സിങ്കിന്റെ മുകളിൽ തന്നെ നമ്മളൊരു പോളിൻ ഫാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സോളാർ, ഗ്രിഡ്, ഔട്ട്പുട്ട് ഇതിന്റെ LED-ലോട്ടുള്ള കണക്ഷൻ നമ്മൾ ഈ ഹീറ്റ് സിങ്കിലാണ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 3 ഇഞ്ചിന്റെ ഒരു AC ഫാനാണ് ഈ പിടിപ്പിച്ചിരിക്കുന്നത്. എപ്പോഴാണോ ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യുന്നത്, ഓൺ ചെയ്ത് ആക്റ്റീവ് ആകുമ്പോൾ തന്നെ ഈ ഫാൻ കണ്ടിന്യൂസ് തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ IGBT എപ്പോഴും ഒരു നോർമൽ ഹീറ്റിൽ നിൽക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മളിവിടെ മുകളിൽ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയൊരു ചൂട് വരുമ്പോൾ തന്നെ ഈ ഫാൻ തിരിഞ്ഞു പോകണം. അപ്പോൾ ഏകദേശം അടുത്തതായിട്ട് നമ്മളിവിടെ ഗ്രിഡ് ലൈൻ, സോളാർ ലൈൻ ഇതെല്ലാം ഇവിടെ 100 ആംപിയറിന്റെ ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഈ ബോർഡിലോട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു സൺഡസ്റ്റ് കോയിലുണ്ട്. ബോക്സിൽ ഞാനിവിടെ ഒരു SMPS വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോക്സിൽ SMPS വെച്ചത് നമ്മൾ ഈ SMPSയിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് സോളാർ പാനലിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ഇൻപുട്ടാണ് ഇതിലോട്ട് കൊടുത്തത്. അപ്പോൾ സോളാർ പാനലിൽ നിന്നും DC വരുന്നത് മാക്സിമം 400 വോൾട്ടോളം അടുത്ത് വരുന്നു. അപ്പോൾ അത്രയും ഹൈ വോൾട്ടേജ് നമുക്കിവിടെ ഓപ്പൺ ആക്കി വെച്ച് കൈ തട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ അതിൻ്റെ ബോർഡ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ SMPSന്റെ ബോക്സിൽ നിന്നും വരുന്നത് 14 വോൾട്ടാണ്. 14 വോൾട്ട് റെഡ് ബ്ലാക്ക് വയറായിട്ട് നമ്മളിവിടെ ബോർഡിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് 2 ബ്ലൂ വയർ സോളാറിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഔട്ട്പുട്ട് ഒന്ന് സ്റ്റഡി ആക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു 10 MFD 440 വോൾട്ടിന്റെ കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. മിനിമം 6 പാനലും നോർമലി 7 പാനലും അല്ലെങ്കിൽ 8 പാനൽ ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ബോർഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ അടുത്ത സെക്ഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടെസ്റ്റിംഗ് സെക്ഷനിൽ ഒരു ടെസ്റ്റിംഗ് ബോർഡിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു പ്ലൈവുഡിലാണ് ഈ എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ ബോർഡ് വിശദമായിട്ട് നോക്കാം. ഇതിന്റെ മദർ ബോർഡിൽ 4 ചാനലായിട്ടാണ് ഈ മൈക്രോ കൺട്രോളർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ 4 IGBT ആണ് വെച്ചിരിക്കുന്നത്. 4 IGBTക്ക് ഇവിടെ 4 ഡ്രൈവ് IC ആണ് വെച്ചിരിക്കുന്നത്. TLP 350 ആണ് നമ്മളിവിടെ ഡ്രൈവ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അത് IC ആണ് ഇതിന്റെ ബാക്ക് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതേപോലെ അടുത്ത സെക്ഷനിൽ ഇതിൽ വരുന്നത് ഇവിടെ കണക്ടർ വഴിയാണ് ഈ ലൈനെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കണക്ടർ വഴി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ബോർഡ് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ കാണിച്ച ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വ്യക്തമായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. വയറുകളെല്ലാം കോഡ് ഇട്ടിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സോളാർ യെല്ലോ കളർ ഓടിച്ചിട്ട് നമുക്കിവിടെ ബ്രിഡ്ജ് റെക്ടിഫയർ വഴിയാണ് ഇൻപുട്ടുകൾ കൊടുത്തിരിക്കുന്നത്. അത് ഗ്രിഡ് ലൈനും നമ്മൾ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ വഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് AC ഔട്ട്പുട്ട് 220, നമ്മളിവിടെ 230 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളുടെ ചോയ്സിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് 10 MFDയുടെ 440. അതേപോലെ ഇവിടെ ഒരു സൺഡസ്റ്റ് കോറാണിത്. നമ്മൾ ഇതിനു മുമ്പ് MPPTയിലേക്ക് ഉപയോഗിച്ചിരുന്ന ഡബിൾ സൺഡസ്റ്റ് കോർ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ കോയിൽ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ നമ്മൾ ബോർഡിൽ വരുമ്പോൾ വലിയ 6 കപ്പാസിറ്ററുകൾ കാണാം. അപ്പോൾ 6 കപ്പാസിറ്ററുകൾ 470 MF 450 വോൾട്ടിന്റെ 6 കപ്പാസിറ്ററാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ 6 കപ്പാസിറ്ററുകൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു 2.25 MFDയുടെ 440 വോൾട്ട് ബോക്സ് കപ്പാസിറ്ററും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് SMPSൽ നിന്ന് വരുന്ന ഔട്ട് റെഡ് ബ്ലാക്ക്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് 14 വോൾട്ട് ഇൻപുട്ട്. ഈ ബ്ലൂ വയർ ഇവിടെ സോളാർ ഗ്രിഡ് ഇതിൽ നിന്നും വരുന്ന ഡയറക്റ്റ് ലൈനാണ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 400 വോൾട്ട് നമ്മൾ ഇതിലോട്ട് മാക്സിമം കൊടുക്കാവുന്നതാണ്. ഇവിടെ കണക്ടർ നേരത്തെ കാണിച്ചിരിക്കുന്ന സെയിം കണക്ടറാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ഇവിടെ വെച്ചിരിക്കുന്ന 4 IGBT ആണ്. ഇത് 4 IGBTയും 650 വോൾട്ടിൻ്റെതാണ്. അപ്പോൾ ഈ 4 IGBT 4 ചാനൽ വഴിയാണ് മൈക്രോ കൺട്രോളിൽ നിന്ന് ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന ഹീറ്റ് സിങ്ക് 4 IGBT ഉണ്ടെങ്കിൽ നല്ല ഹെവി ഹീറ്റ് സിങ്ക് ആണ്. 88 സൈസ് എന്ന് പറയും, 9 ഇഞ്ച് നീളവുമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ഒരു ഹീറ്റ് സിങ്ക് ഇട്ടിട്ടുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറിനുള്ള ഹീറ്റ് സിങ്ക് ആണ്. ഇനി നമുക്ക് ഈ ബോർഡ് ഒന്ന് റിലീസ് ചെയ്ത് നോക്കാം. ബോർഡ് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി
ഈ സ്ക്രൂ എല്ലാം ജസ്റ്റ് ഒന്ന് വിടിച്ച് കഴിഞ്ഞാൽ മതി, നമുക്ക് ബോർഡ് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മദർ ബോർഡ്. അപ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ സാധാരണ ഇൻവെർട്ടറുകളിൽ ഉപയോഗിക്കുന്ന മെഡിയോ ഗെയോ ഉപയോഗിക്കുന്നത് പോലെ ഡിറ്റാച്ച് ചെയ്യാനും ഫിറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. എല്ലാം പിന്നും കണക്ടറും വഴി ഡയറക്റ്റ് ഇതിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ ഇവിടെ ഒരു CT കോയിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു CT കോയിൽ വഴിയാണ് ലോഡ് സെൻസ് ചെയ്യുന്നത്. ഇവിടെ ഒരു NTC സെൻസർ നമ്മൾ ഈ ഹീറ്റ് സിങ്കിൽ കൊടുത്തിട്ടുണ്ട്. NTC സെൻസർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ടെമ്പറേച്ചർ ബേസ് ചെയ്ത് ഫാൻ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. ഇവിടെ SMPS ഔട്ട് 14 വോൾട്ട്, SMPS ഇന്ന് 400 വോൾട്ട്. ഇവിടെ വരുന്നത് ഈ ചെറിയ ഫിൽട്ടർ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഡിസ്ചാർജ് കപ്പാസിറ്റർ. പിന്നെ ഇവിടെ വരുന്നത് മെയിൻ കപ്പാസിറ്റർ, അതായത് 10 MFD 450 വോൾട്ട്. ഇവിടെ കോയിലാണ് വരുന്നത്, അതായത് ഫെറൈറ്റ് കോയിൽ. ഈ വരുന്ന 2 വലിയ കണക്ടർ അത് നല്ല ഹെവി ആയിട്ടുള്ള കണക്ടറാണ്. 10 ആംപിയർ പാസ് ചെയ്യുന്ന രീതിയിലുള്ള കണക്ടർ, അതായത് ഔട്ട്പുട്ടും ഒരെണ്ണം ഇന്നും. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പോസിറ്റീവ് നെഗറ്റീവ് ഇന്നിലോട്ട് കൊടുക്കുമ്പോൾ, അതായത് ബോർഡിലോട്ട് കൊടുക്കുമ്പോൾ ഒരു തരത്തിലും തിരിഞ്ഞു പോകരുത്. കാരണം പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഹൈ വോൾട്ടേജ് വന്ന് നമ്മുടെ ഈ കപ്പാസിറ്റർ എല്ലാം ഡാമേജ് വരും. അപ്പോൾ ഇത്രയും കപ്പാസിറ്ററുകളൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്നും പോകും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെയാണ് മൈക്രോ കൺട്രോൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സെൻസിങ് കാര്യങ്ങളിലേക്ക് വേണ്ടി 2 ICകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ 5 വോൾട്ട് മൈക്രോ കൺട്രോളിന് വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. സിസ്റ്റം ഓൺ ചെയ്യാനുള്ള സ്വിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മദർ ബോർഡിന്റെ ടോപ്പിലുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അടിവശം നോക്കാം. ഇതിന്റെ അടിവശം നമുക്ക് ഇവിടെ 4 ഡ്രൈവാണ് ഇട്ടിരിക്കുന്നത്. 4 ഡ്രൈവ് നമ്മൾ അടിയിൽ നിന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ IC ബേസ് ചെയ്ത് വെച്ചിട്ട് ഉറപ്പിച്ചിട്ട് അതിൽ IC ആണ് ഇട്ടിരിക്കുന്നത്, TLP 350. അപ്പോൾ 4 ചാനൽ, അതായത് 4 IGBTക്കും 4 ഡ്രൈവ് IC ആണ് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഈ ട്രാക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നല്ല ഹെവി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ട്രാക്കുകളാണ്. അതാണ് ഹൈ വോൾട്ടേജ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ ട്രാക്കുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ട്രാക്ക് ഇട്ടേക്കണോണ്ട് നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു കട്ടി കൂട്ടേണ്ട ആവശ്യമില്ല. വലിയ ട്രാക്ക്, ഇവിടെയും വലിയ ട്രാക്ക്, ഇവിടെയും വലിയ ട്രാക്ക്, പിന്നെ ഈ ഔട്ട് വരുന്ന ഭാഗത്തും വലിയ ട്രാക്ക്. അപ്പോൾ ഈ ട്രാക്കിൽ ഞാൻ കുറച്ച് ലെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കട്ടി കൂട്ടി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്ന കപ്പാസിറ്റർ ക്യാപ്റ്റൻ എന്ന് പറയുന്ന നല്ല ഹൈ ക്വാളിറ്റി ഉള്ള കപ്പാസിറ്റർ ആണ്. 470 MF 450 വോൾട്ട്. അപ്പോൾ ഈ ബോർഡൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ ബോർഡിന്റെ അടിവശം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കപ്പാസിറ്റർ വന്ന് ചാർജ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു കാരണവശാലും ശരീരത്തിന്റെ ഭാഗങ്ങൾ ഒന്നും ടച്ച് ചെയ്യരുത്. നമ്മളിപ്പോൾ ഈ ബോർഡ് കണക്ട് ചെയ്തിട്ട് ഊരിയെടുത്തു കഴിഞ്ഞാൽ ഇത് കപ്പാസിറ്റർ എല്ലാം നല്ല ഫുള്ളായിരിക്കുകയായിരിക്കുള്ളൂ. നമുക്ക് എവിടെ തൊട്ട് കഴിഞ്ഞാലും നമ്മൾ കൈ തെറിക്കും. കാരണം ഹൈ വോൾട്ടേജ് ഇതിൽ വന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തിന് വേണ്ടി ഞാൻ ചെയ്തെടുത്തിരിക്കുന്ന LCD ആണ്. ഇപ്പോൾ LCD ഈ ഒരു PCBയിലാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. LCD PCBയിൽ ചെയ്തിട്ട് അടിവശം ഇതേപോലെ ഹൈലം ഷീറ്റ് വെച്ചിട്ട് മറച്ചിരിക്കുകയാണ്. LCDയിൽ നിന്നും വരുന്ന 2 സെക്ഷൻ വയർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 12 വയറുകളാണ് 6 ആയിട്ട് ഡയറക്റ്റ് ബോർഡിലോട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഈ ഒരു LCD നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ ഇതിൽ തന്നെ ഇതിന്റെ കാലിബ്രേഷൻ അല്ലെങ്കിൽ സെറ്റപ്പ് സ്വിച്ച് ഇതിൽ തന്നെയുണ്ട്. അതിന്റെ 4 വയറിന്റെ RMC ആണ്. ഇത് ബോർഡിലോട്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ മൈക്രോ കൺട്രോളിന് തൊട്ടടുത്ത് 4 പിൻ RMC ഉണ്ട്. അതിൽ സെറ്റപ്പ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ സെറ്റപ്പിലാണ്. അതേപോലെ LCD വയർ 6 പിൻ RMCയുടെ 1, അതേപോലെ 2. അപ്പോൾ ഇത്രയുമാണ് ഈ ബോർഡിലോട്ടുള്ള കണക്ഷൻ. ഇനി നമ്മൾ ഈ ഒരു ബോർഡ് അസംബിൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു PCBയിലാണ്. നമുക്കിനി ഇതിന്റെ കാലിബ്രേഷൻ സ്വിച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ലൈനറെല്ലാം ഓഫ് ചെയ്യുകയാണ്. കാലിബ്രേഷനിൽ കയറുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഔട്ട്പുട്ട് ഓഫ് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഔട്ട്പുട്ട് ഈ ലൈൻ ഇതിൽ നിന്ന് മാറ്റുകയാണ്. നമ്മളിപ്പോൾ ഇതിന്റെ സെറ്റപ്പ് മോഡിലോട്ട് പോവുകയാണ്, അതായത് കാലിബ്രേഷൻ മോഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ കാലിബ്രേഷനിൽ ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. സോളാർ ഇൻവെർട്ടർ സെറ്റപ്പ് പ്രോഗ്രാം മെനു. ആദ്യത്തേത് റേറ്റ് VMPP, പിന്നെ അടുത്തത് റേറ്റഡ് വോൾട്ടേജ്. ഉദാഹരണത്തിന് നമ്മൾ 230 ആണ്. പിന്നെ റേറ്റഡ് ഫ്രീക്വൻസി, നമ്മുടെ ഫ്രീക്വൻസി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അടുത്തത് വോൾട്ടേജ് ഫ്രീക്വൻസി റേഷ്യോ. പിന്നെ അടുത്തത് VMPP സെർച്ച് ടൈപ്പ്. പിന്നെ 6-മത്തത് ഔട്ട്പുട്ട് കറണ്ട് ഗ്രാഫ്.
ഇപ്പോൾ നമ്മൾ അതിലൊരു ഗ്രാഫ് കണ്ടു. പിന്നെ അടുത്തത് വരുന്നത് സേവ് ആണ് ചോദിക്കുന്നത്. സേവ് നമ്മൾ എൻ്റർ കൊടുക്കുമ്പോൾ നോ എസ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എസ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുകയാണ്. പിന്നെ അടുത്തത് ഫാക്ടറി സെറ്റിംഗ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറി സെറ്റിംഗ്സ് വരുന്നതല്ല. ഇത്രയും സെറ്റപ്പുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്തരം സെറ്റപ്പ് നമ്മൾ ഈ ഒരു 3 സ്വിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിനി ഇൻവെർട്ടർ ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ആക്റ്റീവായി വന്നത് ഇവിടെ ഗ്രാഫാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ട്, താഴെ വാട്ട്സ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് VMPP നമ്മൾ വെക്കുന്ന എത്രയാണോ ആ ഒരു VMPPയിൽ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തേക്കണമെങ്കിൽ അത് ചേഞ്ച് ആക്കാം. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് വന്നിരിക്കുന്നത് സോളാർ, ഔട്ട്പുട്ട് ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഗ്രിഡ് നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ സെറ്റപ്പിൽ കയറുമ്പോൾ അല്ലെങ്കിൽ കാലിബ്രേഷൻ മോഡിൽ കയറുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ടേ കൊടുക്കാൻ പാടുള്ളൂ. ഷെയറിങ് നമ്മൾ ഒഴിവാക്കുകയാണ്. ആവശ്യം സോളാർ ആയതുകൊണ്ട് സോളാറിലെ സെറ്റിംഗ്സ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സോളാർ ഇന്നിലാണ് നമ്മൾ ഈ സെറ്റിംഗ്സ് ചെയ്യുന്നത്. ഔട്ട്പുട്ടിലോട്ട് പോകുന്ന MCB ഓഫ് ചെയ്ത് വെച്ച ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യാവൂ. ഈ കാലിബ്രേഷൻ സ്വിച്ചിൽ ഇതിന്റെ എൻ്റർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ VOC കാണാൻ പറ്റും. ആ പാനലിന്റെ VOC 305 വോൾട്ട് ആണ്. ആംബിയർ 0 ആണ്. വോൾട്ടേജ് 230, 50 kHz. അതേപോലെ VMPP 240. ഇനി എൻ്റർ ബട്ടൺ വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിലോട്ട് വരും. അത് തന്നെ നമ്മൾ ഈ യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് ഒരു പുഷ് ഓൺ സ്വിച്ച് ഇൻവെർട്ടറിന്റെ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഡിസ്പ്ലേയിൽ വരുന്ന ചേഞ്ച് നമുക്ക് മാറ്റാം. അതായത് VMPPയും അതേപോലെ VOCയും കാണാവുന്ന രീതിയിൽ. ഇനി നമുക്ക് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റപ്പിലോട്ട് പോകും. ഞാൻ ഇവിടെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കിവിടെ പ്രോഗ്രാം മെനു വന്നു. ഫസ്റ്റ് വരുന്നത് റൈറ്റ് VMPP ആണ്. അപ്പോൾ VMPP ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ 5 വെച്ചിട്ടാണ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. റൈറ്റ് ആരോ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ 280 ആയി. ഇനി മൈനസ് അടിക്കണമെങ്കിൽ 275. ഇനി നമ്മൾ അടുത്തതിലോട്ട് പോണത് മെഡിയിലെ പോലെ തന്നെയാണ്. അപ്പ് ബട്ടൺ അടിക്കുമ്പോൾ അപ്പോൾ റേറ്റഡ് വോൾട്ടേജ് ആണ്. ഇപ്പോൾ 230 വോൾട്ടേജ് ആണ്. ഇത് വേണമെങ്കിൽ നമുക്കിത് മാറ്റണമെങ്കിൽ എൻ്റർ ബട്ടൺ അടിക്കുക. പ്ലസ് ഓർ മൈനസ് കൊടുത്താൽ 225. ഇനി അടുത്തത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 50 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 50-ൽ സെറ്റ് ചെയ്യുക. ഓക്കെ അടിക്കുക. അടുത്തത് അപ്പ് ബട്ടൺ അടിക്കുക. വോൾട്ടേജ് ഫ്രീക്വൻസി റേഷ്യോയാണ്. റേഷ്യോ നമുക്ക് ഇതിന് വേണ്ടത് 4 ആണ്. അടുത്തത് അപ്പ് ബട്ടൺ അടിക്കുമ്പോൾ VMPP സെർച്ച് ടൈപ്പ് ആണ്. VMPP സെർച്ച് ടൈപ്പ് നമ്മളിവിടെ ഓട്ടോയാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഔട്ട്പുട്ട് കറണ്ട് ഗ്രാഫ് മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എൻ്റർ അടിച്ചു. ഓട്ടോ സെലക്ട് ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് അപ്പ് ബട്ടൺ അടിക്കുമ്പോൾ നോട്ട് പെർഫെക്റ്റ് സൈൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സൈൻ വേവ് അല്ല എന്നാണ് ആ ഒരു മോഡ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നോട്ട് പെർഫെക്റ്റ് സൈൻ വേവ് ചേഞ്ച് ചെയ്യുമ്പോൾ അടുത്തത് പ്യുവർ സൈൻ വേവ്. അപ്പോൾ നമുക്ക് പ്യുവർ സൈൻ വേവ് സെലക്ട് ചെയ്യാം. അടുത്തത് വരുന്നത് ഡു യു വാണ്ട് ടു സേവ് ചേഞ്ചസ്. അപ്പോൾ നമുക്ക് അത് ചെയ്യുന്ന കഴിയുമ്പോൾ അടുത്തതിലോട്ടൊന്ന് പോകാം. അടുത്തത് ഡു യു വാണ്ട് ടു റീസ്റ്റോർ സെറ്റിംഗ്, അതായത് ഫാക്ടറി സെറ്റിംഗ്സ് ആണ്. ബാക്ക് അടിച്ചിട്ട് ഡു യു വാണ്ട് ടു സേവിന് നമ്മൾ എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോ ഡിഡിൻറ്റ് ചെയ്യണം വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ റൈറ്റ് ബട്ടൺ അടിക്കുന്നു. അപ്പോൾ ഇവിടെ എസ് സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സേവ് സക്സസ്ഫുൾ ആയി. ഇനിയിപ്പോൾ ഔട്ട്പുട്ട് ഇപ്പോൾ എല്ലാം ക്ലിയർ ആയി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു VMPP മാറ്റിയിട്ട് VOC കാണണമെങ്കിൽ എൻ്റർ സ്വിച്ച് അടിക്കുക, ഇതിൽ പുഷ് ബട്ടൺ അടിക്കുകയോ ചെയ്യുക. ഞാനിവിടെ എൻ്റർ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് VOC കാണാം, അതേപോലെ ഗ്രാഫും കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സോളാർ ഇൻവെർട്ടറിന്റെ കാലിബ്രേഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു പുതിയ വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.